എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബോഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫോക്സ് വാഗൺ ലവേഴ്സിന് ഒരു സന്തോഷ വാർത്തയുണ്ട്. 2 പുതിയ വേരിയൻറ്റുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതായത് ഫോക്സ് വാഗൻ്റെ ടാഗുണിനകത്ത് തന്നെ GT ലൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ടൈഗോൺ GT പ്ലസ് സ്പോർട്ട് എന്ന് പറയുന്ന വേറൊരു വേരിയൻ്റ് ആണ്. അപ്പം നമുക്ക് ഫോക്സ് വാഗനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്കറിയാം ഫോക്സ് വാഗനെ സംബന്ധിച്ച് അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി, അതുപോലെ സേഫ്റ്റി, ഫൺ ടു ഡ്രൈവ്, ഈ 3 എലമെൻറ്റ്സ് ആണ് അവരുടെ എല്ലാ വാഹനങ്ങളിനകത്തും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പോളോ നിന്ന് പോയതിന് ശേഷം അവർ കൊണ്ടുവന്നൊരു വാഹനമാണ് ഈ ടൈഗൂൺ എന്ന് പറയുന്ന മോഡൽ. ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ളൊരു മോഡലാണ്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ആൾക്കാർ സേഫ്റ്റിയെക്കുറിച്ചൊക്കെ പ്രിഫർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നൊരു വാഹനമാണ് ടൈഗൂൺ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള വെഹിക്കിളാണ്. അഡൽറ്റിനും ചൈൽഡിനും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരിക്കുന്ന ഒരു വാഹനം കൂടെയാണ് ഈ ടൈഗൂൺ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഡൈനാമിക് ലൈൻ, അതുപോലെ പെർഫോമൻസ് ലൈൻ, ഈ 2 ലൈനിലാണ് നമുക്ക് ഈ വാഹനം കിട്ടുന്നത്. അതിനകത്ത് തന്നെ ഓട്ടോമാറ്റിക്കും മാനുവലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെർഫോമൻസ് ലൈനിനകത്ത് തന്നെ നമുക്ക് ടോപ്പ് എൻഡ് ട്രിമ്മിൻ്റെയും മീഡിയം ഒരു മിഡ് റേഞ്ചിൻ്റെയും ഇടയിൽ വരുന്നതാണ് ഈ ടൈഗോണിൻ്റെ GT ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് ലൈക്ക് നേരത്തെ ഉണ്ടായിരുന്ന വാഹനങ്ങളിനേക്കാളും കുറച്ചുകൂടെ കാണാൻ ഭംഗിയുടെ കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് മെയിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അത് കാര്യമായിട്ടുള്ള ലുക്ക് വാഹനത്തിനകത്ത് വരുത്തുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. നമ്മൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 4200 മില്ലിമീറ്റർ വരുന്ന ഒരു വാഹനമാണ് വരുന്നത്. അപ്പം നമുക്കറിയാം ഇതിൻ്റെ ഒരു മൊത്തത്തിൽ ഈ ടൈഗോണിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നത് കാരണം ഇതിൻ്റെ ഒരു ഡിസൈനും കട്ടും കർവുകളും ഒക്കെ നിങ്ങൾ കാണുന്നതാണ്, റോഡിൽ നിങ്ങൾ കാണുന്നതാണ്. കാരണം പ്രത്യേകിച്ച് ഈ ജർമ്മൻ വാഹനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു പ്രീമിയം ഫീൽ നമുക്ക് തരുന്നുണ്ട്. അതായത് നമുക്ക് ഒരുപാട് മഴവിൽ കളറുകളിലൊന്നും അല്ലാതെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറേ കളേഴ്സിലാണ്. ഇത് തന്നെ നമുക്ക് ഏകദേശം 6 കളേഴ്സിലാണ് നമുക്ക് കിട്ടുന്നത്. കൂടാതെ തന്നെ നമുക്ക് അഡീഷണലി ബ്ലാക്കും അതുപോലെ ഗ്രേ മാറ്റ് ഫിനിഷിലൊക്കെ വാഹനം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു GT ലൈനിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന പ്രത്യേകത നമുക്ക് നോക്കാം. ഫ്രണ്ടിൽ നിന്ന് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രിൽസ് തന്നെയാണ് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു ക്രോം ഫിനിഷിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഡീക്രോം ഒക്കെ ചെയ്തിട്ട് ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പം അത് നല്ല ഭംഗിയുണ്ട്. കാരണം ഈ ഒരു വാഹനം നല്ലൊരു റെഡ് കളറുള്ള വാഹനമാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ബ്ലാക്ക് എലമെൻറ്റ് ഭയങ്കര ഭംഗിയായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഫോക്സ് വാഗൻ്റെ ലോഗോ നമുക്ക് കാണാം. പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ പറയുന്ന വേരിയൻസിനകത്ത് ഉണ്ടായിരുന്നത് ലൈക്ക് നമ്മുടെ ഈ ഹാലജൻ യൂണിറ്റ്സ് ആയിരുന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വരുമ്പോൾ സ്മോക്ഡ് ആയിട്ട് വരുന്ന LED ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ മനോഹരമാണ്. പൊസിഷനിൽ DRLs ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ ഓട്ടോ ഹെഡ് ലാംപ്സ് ആണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വൈപ്പേഴ്സിനെ കുറിച്ച് വരുവാണെങ്കിൽ തന്നെ അതും ഓട്ടോ വൈപ്പേഴ്സാണ്, ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഒരു ലോവർ എൻഡിലേക്കൊക്കെ വരുന്ന സമയത്ത്, അതായത് നമുക്ക് ഈ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ എയർ ഡാമിൻ്റെ പോർഷൻസിലേക്കൊക്കെ വരുന്ന സമയത്തും അവിടെയും നേരത്തെ ഉണ്ടായിരുന്ന സിൽവർ എലമെൻസിനെയൊക്കെ മാറ്റിയിട്ട് മൊത്തത്തിലൊരു ബ്ലാക്ക് ആയിട്ട് വന്നിരുന്ന എലമെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ടോട്ടലി വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേസിൽ നിന്ന് തന്നെ നല്ല ചേഞ്ചസ് ഉണ്ട്. ഈ ക്രോമിയൊക്കെ മാറി നിന്ന് കംപ്ലീറ്റ് ഡീക്രോം ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിലാണ് കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഫ്രണ്ടിലെ ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സൈഡിലേക്ക് വരാം. ഈ GT ലൈനിൽ എന്തൊക്കെ പ്രത്യേകം ഉണ്ടെന്ന് നോക്കാം. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇതിൻ്റെ ടയേഴ്സിൻ്റെ കാര്യമാണ്. നമുക്ക് ഈ ഒരു വാഹനത്തിന് ലൈക്ക് നേരത്തെ ഉണ്ടായിരുന്ന സീരീസിലൊക്കെ ലൈക്ക് 16 ഇഞ്ച് വീൽസ് വരുന്നെങ്കിൽ ഇതിനകത്ത് 17 ഇഞ്ച് വീൽസാണ് വരുന്നത്. അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു അലോയ് വീലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. അതും ഫുള്ള് ബ്ലാക്കിലാണ് വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് മിറേഴ്സിലാണ്. നേരത്തെ ബോഡി കളേഴ്സിലാണ് മിറർ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ബ്ലാക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ലൈക്ക് ഇൻഡിക്കേറ്റേഴ്സും വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്ന വാഹനത്തിൻ്റെ റൂഫ് റെയിലാണ്. അതും ഫുള്ളി ബ്ലാക്ക് ആയിട്ട് വരുന്നൊരു റൂഫ് റെയിൽസാണ്. അതും നല്ല ഭംഗിയായിട്ട് തന്നെ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ നോക്കാം. ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ കണക്റ്റഡ് ആയിട്ട് വരുന്ന LED ടെയിൽ ലാംപ്സ് നമുക്ക് കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ്. ശരിക്കും പറയുക ഒരു സ്മോക്കി ഫീലൊക്കെ കിട്ടുന്ന രീതിയിൽ മൊത്തം ഒരു ബ്ലാക്ക് ഫിനിഷിനാണ് വരുന്നത്. മുകളിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കൊരു ആൻറ്റിന നമുക്ക് കാണാം. ഷാർക്ക് ഫിൻ ആൻറ്റിന എന്ന് പറയുന്ന സംവിധാനം ഇവിടെ കാണാം. അതുപോലെ ഗ്ലാസ്സിലേക്ക് വന്ന ഡീഫോക്കസ് ഉണ്ട്. അതുപോലെ തന്നെ വാഹനത്തിനകത്ത് ബാക്കിലെ ഗ്ലാസ്സിലൊരു വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ടൈഗൂൺ എന്ന് പറഞ്ഞ ഒരു റൈറ്റിംഗ് നേരത്തെ അത് സിൽവർ കളറിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു എഡിഷനിലേക്ക് വരുന്ന സമയത്ത് അത് ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ TSI എഞ്ചിനാണ്. അതും ഏകദേശം ബ്ലാക്ക് ചെയ്തിട്ടാണ് TSI എന്നുള്ളൊരു ലോഗോ നമുക്ക് ഇത് കാണാനായിട്ട് നമുക്ക് എംബ്ലം കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ബമ്പേഴ്സിലേക്ക് വന്നാലും ഫുള്ള് ബ്ലാക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്.
അപ്പം ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ പുറത്തിൽ നിന്നുള്ള ഒരു എസ്തെറ്റിക്കലായിട്ടുള്ള ചേഞ്ചസ് എന്നൊക്കെ പറയുന്നത്. നമുക്കിനി അകത്തേക്ക് നോക്കാം. അകത്തേക്ക് വരുന്ന സമയത്ത് ഫുള്ള് ബ്ലാക്ക് ടോണിലേക്ക് മാറിയിട്ടുണ്ട്. ഗംഭീര മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവനൈസ്ഡ് ആയിട്ടുള്ള നല്ല സ്റ്റീലാണ് വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വാഹനം നല്ല സേഫ്റ്റി റേറ്റിംഗ് ഉള്ളൊരു വാഹനം. ഏകദേശം 40ഓളം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ സേഫ്റ്റിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ പറയാം. നേരത്തെ 2 എയർ ബാഗുകളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 6 എയർ ബാഗുകളിലേക്ക് വാഹനം മാറിയിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ടുള്ള സേഫായിട്ടാണ് വാഹനത്തിൻ്റെ ഒരു സേഫ്റ്റി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ 40ഓളം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 5 സ്റ്റാർ കിട്ടിയ വാഹനം എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വാഹനം നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഡോർ ട്രിമ്മുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കാണ് നല്ല സോഫ്റ്റർ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്സ് ആണ് വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഫോക്സ് വാഗൻ്റെ തന്നെ മ്യൂസിക് സിസ്റ്റമാണ്, 6 സ്പീക്കേഴ്സാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് സീറ്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ബ്ലാക്ക് ആയിട്ട് വരുന്ന സീറ്റ്സ് ആണ്. നേരത്തെ നമുക്ക് ഫാബ്രിക് സീറ്റ്സ് ആയിരുന്നു വരുന്നതെങ്കിൽ ഇതിൻ്റെ ഫാബ്രിക് പ്ലസ് ലെതററ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതുപോലെ അതിൻ്റെ പാറ്റേൺസ് ഒക്കെ നല്ല രസമുണ്ട്. സ്റ്റാർ ഷേപ്ഡ് ആയിട്ട് വരുന്ന പാറ്റേൺസ് ഒക്കെയാണ് വാഹനത്തിനകത്ത് വരുന്നത്. അപ്പോൾ എയർ ബാഗ്സ് ഒക്കെ വരുന്നുണ്ട്. സീറ്റിനകത്തും എയർ ബാഗ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അകത്തേക്ക് നമുക്ക് കയറിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ GT ലൈൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഫ്രെയിമിൽ കാണുമ്പോൾ തന്നെ അറിയാം, മൊത്തത്തിൽ ഒരു ബ്ലാക്ക് തീമായതുകൊണ്ട് പല ഭാഗത്തും പിയാനോ ബ്ലാക്കിൻ്റെ എലമെൻസും അല്ലാതെ ഡാഷ്ബോർഡും ഒക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഇൻറ്റീരിയേഴ്സാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് മുതൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല, നിങ്ങളിത് കണ്ട വാഹനമാണ്. എന്നാലും നമുക്ക് സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുന്നത് ഒരു ഡീ കട്ടായിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഈ വശത്തൊക്കെ കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മെയിനായിട്ട് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ 10 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് സാധാരണ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളും അത് ഫുള്ള് ഡിസ്പ്ലേ ഒക്കെ വരുമ്പോൾ ഇപ്പോഴും ഫോക്സ് വാഗൺ ഇപ്പോഴും ആ ഒരു റെട്രോ സ്റ്റൈലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അനലോഗ് ആയിട്ട് വരുന്ന ഒരു ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊരു 4 ഇഞ്ചിൻ്റെ ഒരു ചെറിയൊരു MID സ്ക്രീനും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഓക്കെ, ടോർക്ക് കൺവെർട്ടറായിട്ട് വരുന്ന ട്രാൻസ്മിഷനാണ്. ഇതിനകത്ത് മാനുവലും 6 സ്പീഡ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇതാണ് ട്രാൻസ്മിഷനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ AC വെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ ക്ലൈമറ്റ് കൺട്രോളായിട്ട് വരുന്ന ACസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വെൻറ്റുകളൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം. പിന്നെ ഇവിടെയൊക്കെ ഒരു പാറ്റേണൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വയർലെസ് ചാർജറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജറും ഉണ്ട്, അത് കാണാം. പിന്നെ ഫോൺ നമുക്ക് നിർത്താനായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫോൺ നമുക്ക് ഇങ്ങനെ കുത്തി നിർത്താം. അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അതുപോലെ നമുക്കിവിടെ റെസ്റ്റ് ബോർഡ് ഉണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ഇതിനകത്തൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇതെല്ലാം വണ്ടിക്കകത്തും ഉള്ളതായിട്ട് കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. പിന്നെ ഈ റൂഫിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു മിറേഴ്സ് നമുക്ക് IRBM കാണാം. നമുക്ക് ഡേ ലൈറ്റ് നമ്മൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 2 വശത്തായിട്ട് സൺവൈസേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വാനിറ്റി മിറർ ആവശ്യത്തിന് നമുക്ക് കാണാം. അതുപോലെ റീഡിംഗ് ലാംപ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, LED ആയിട്ട് വരുന്ന റീഡിംഗ് ലാംപ്സ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. അകത്തെ ഒരു ഇൻറ്റീരിയർ ഭയങ്കര പ്രീമിയം ആയിട്ടുള്ളൊരു ഫീൽ തരുന്നു എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. സീറ്റ്സൊക്കെ ആണെങ്കിലും നല്ല കംഫർട്ടബിളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ലൈനിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് റോയിലേക്ക് പോകുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെ സ്പേസ് ആണ്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ ലെഗ് സ്പേസ് നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ കാണാം എന്തുമാത്രം ലെഗ് സ്പേസ് ഉണ്ടെന്ന്. അതുപോലെ തൈ സപ്പോർട്ട്, കാരണം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഈ ഭാഗങ്ങൾക്കെല്ലാം നല്ല സപ്പോർട്ട് കിട്ടും. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്ന സീറ്റുകളാണ്. 3 പേർക്ക് ഇരിക്കാം, 2 പേർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ നടുക്കായിട്ട് ഇവിടെ നമുക്കൊരു റെസ്റ്റും കപ്പ് ഹോൾഡേഴ്സും നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് പറഞ്ഞല്ലോ, ഈ ഒരു ഫാബ്രിക് പ്ലസ് ലെതററ്റ് സീറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രീമിയംനെസ് നമുക്കവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ AC വെൻറ്റുകൾ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അതുപോലെ 2 സീ പോർട്ടുകളും വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുറച്ചുകൂടെ ഫ്ലാറ്ററായിട്ട് വരുന്ന ഒരു ബെഡാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ നല്ല സ്പേഷ്യസ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടിരിക്കും. പിന്നെ അകത്ത് കണ്ട ഈ റൂഫ് എല്ലാം ബ്ലാക്കാണ്. അപ്പം അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു പ്രീമിയംനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞെന്ന് പറയുന്നത്, അതുപോലെ ഇവിടെ ഗ്രാബ് റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡോർ ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാം കൊണ്ടും ബാക്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഈ വണ്ടിയുടെ ഒരു എന്താ പറയുന്നത്, സീറ്റിൻ്റെ സ്റ്റിച്ചിങ്സ് ആണെങ്കിലും വണ്ടിയുടെ ഒരു ഇൻറ്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ ക്ലാസിക്കലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ഒരു റിച്ച് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിനകത്ത് ചെറിയ ആംബിയൻ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ആ ലൈക്ക് പകൽ പ്രകാശമായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തില്ല. ഈ ഡാഷ്ബോർഡിലേക്ക് ഒന്ന് കാണിച്ചു നോക്കി. അപ്പം അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആ ഡാഷിൻ്റെ അവിടെ ഒരു റെഡ് ലൈനിലുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു മൂഡ് ലൈറ്റിങ്സ് ആണ്. GT ലൈൻ ആയതുകൊണ്ട് നമുക്കൊരു പെർഫോമൻസ്, GT ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ടൂറിസ്മോ എന്നാണ് ശരിക്കും പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എല്ലാ വേരിയൻസിനും നമ്മൾ അങ്ങനെയാണ് പറയുക.
അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഒരു സീറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി ബൂട്ട് സ്പേസ് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 380 ലിറ്റേഴ്സാണ്. എങ്ങനെയാണ് അതിൻ്റെ നല്ല സ്പേസസ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പം ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 380 ലിറ്റേഴ്സാണ്. അവിടെ ഒരു പാഴ്സൽ ട്രെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ്സ് നമുക്ക് 60-40 ഫോൾഡബിൾ ആണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അത്യാവശ്യം നമുക്ക് നല്ല ഒരു കുറച്ച് ഏരിയ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം കുറച്ച് വലിയ 2-3 പെട്ടികളൊക്കെ വെക്കാനാണെങ്കിലും ഒരു വലിയ പ്രോബ്ലം ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇനി താഴോട്ട് വരികയാണെങ്കിൽ സ്പെയർ വീലും കാര്യങ്ങളൊക്കെ തൊട്ട് താഴെയായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട് കാണാം. ഇനി നമുക്കിതിൻ്റെ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമുക്കൊന്ന് അതിൻ്റെ ഒരു ഹുഡ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ വാഹനത്തിന് 1 ലിറ്റർ TSI എഞ്ചിനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഈ ഹുഡിനടിയിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. 115 PS പവറാണ് ഇത് ഡെലിവറി ചെയ്യുന്നത്. നമുക്കൊരു 5000 to 5500 RPM നമുക്കത് കിട്ടും. അതുപോലെ 178 Nm ടോർക്ക് 1750 RPM കിട്ടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ചെറിയ ഈ പറയുന്ന ചെറിയ RPM തന്നെ നമുക്ക് അത്രയും ടോക്ക് ഫിഗേഴ്സ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പെട്രോൾ ഓപ്ഷൻസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മൊത്തത്തിലുള്ളൊരു എസ്തെറ്റിക്കലായിട്ടുള്ള ചേഞ്ചസ് ആണ് പ്രധാനമായിട്ടും ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ വിലയൊന്ന് നമുക്ക് നോക്കാം. വിലയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ GT ലൈനിൽ മാനുവലിലേക്ക് വരുന്ന സമയത്ത് 14,80,400 രൂപയാണ് എക്സ്ഷോറും വരുന്നത്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 15,63,400 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റ്സിൽ നമുക്ക് വണ്ടി അവൈലബിൾ ആയിട്ട് കിട്ടും. നല്ലൊരു ഓപ്ഷനാണ്. അത്യാവശ്യം കുറേ ചേഞ്ചസ് നമുക്ക് ഓൾറെഡി വരുത്തിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ടൈഗോണിൻ്റെ GT പ്ലസ് സ്പോർട്ട് എന്ന് പറയുന്നതാണ്. സ്പോർട്ട് എന്ന് പറയാൻ പെർഫോമൻസ് ലൈനിലാണ് വരുന്നത്. അതായത് 1.5 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിനാണ് ഇതിൻ്റെ വരുന്നത്. ടർബോ പെട്രോളാണ് വരുന്നത്. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ പെർഫോമൻസ് ഉണ്ട്. കാരണം നമ്മൾ GT ലൈനിനേക്കാളും കുറച്ചുകൂടെ പെർഫോമൻസ് ആണ് GT പ്ലസ് എന്ന് പറയുന്നത്. കാരണം മറ്റേതൊരു 1 ലിറ്റർ എഞ്ചിൻ വരുമ്പോൾ ഇതിൽ 1.5 ലിറ്ററാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ നോക്കാം. ഇത് ഏറ്റവും ടോപ്പ് ആൻഡ് ട്രിമായിട്ടാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തും ഈ GT ലൈൻ എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് ടെറിസ്മോ ആ ഒരു എന്താ പറയുന്നത് ഒരു പെർഫോമൻസ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഈ ഒരു വശത്തേക്കൊക്കെ GT ഒക്കെ റെഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം മറ്റേ വാഹനത്തിനകത്ത് ഉണ്ടായിരുന്ന പോലെ തന്നെ ഇതിനകത്തും ഡീക്രോം ചെയ്തിരിക്കുകയാണ്. അതായത് ബ്ലാക്ക് ആൻഡ് ആയിട്ട് വരുന്ന ഈ പറഞ്ഞ ഒരു ഫ്രണ്ട് ഫേസ് ആണ്, ഗ്രിൽസ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫോക്സ് വാഗൻ്റെ ലോഗോ നമുക്കിവിടെ കാണാം. അതുപോലെ ഹെഡ് ലാംപ്സിനും നേരത്തെ കണ്ട പോലെ തന്നെ LED സ്മോക്ഡ് ആയിട്ട് വരുന്ന ഓട്ടോ ഹെഡ് ലാംപ്സ് ആണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാഹനത്തിനകത്ത് റെയിൻ സെൻസിങ് വൈപ്പേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ ബമ്പേഴ്സിലേക്ക് വരുവാണെന്നുണ്ട് അല്ലെങ്കിൽ ഈ ഫ്രണ്ടിലുള്ള ഏഡാം ഏരിയയും അങ്ങനെയുള്ള ഇൻസേർട്ടുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എല്ലാം ബ്ലാക്ക് ആൻഡ് ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ക്രോമിയത്തിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഭയങ്കര ലഷ് പ്രീമിയം ആയിട്ടാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേസിനെ ഒരുക്കിയിരിക്കുന്നത്. മെയിനായിട്ടും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു GT ഈ ഒരു ബാഡ്ജിങ് എല്ലാം റെഡ് കളറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ വീൽസ് കാണാം. 17 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും വാങ്ങുന്ന ഡിസ്ക് ബ്രേക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാലിപ്പേഴ്സ് റെഡ് കളറിലാണ്. കാരണം നമുക്കറിയാം GT നമ്മൾ പൊതുവെ കാണുന്നതാണ്, കാലിപ്പേഴ്സ് റെഡ് കളറിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് GT എന്നുള്ള ഒരു റെഡ് ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിറേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുന്ന മിറേഴ്സാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റൂഫ് റെയിൽസിലേക്ക് വരുമ്പോൾ അതും ബ്ലാക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഒരു സൈഡിലെ പ്രൊഫൈലിൽ നിന്ന് പറയാനുള്ളത്. ഇതിന് ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല. ബാക്കിൽ കണക്റ്റഡ് ആയിട്ട് വരുന്ന ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. ഇൻഫിനിറ്റി ടെയിൽ ലാംപ്സ് എന്നാണ് ഇവർ പറയുന്നത്. വോക്സ് വാഗൻ്റെ അതുപോലെ തന്നെ ലോഗോ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ടൈഗറിനുള്ള റൈറ്റിംഗ് ഇതുപോലെ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ GT എന്നുള്ള ആ ഒരു ബാഡ്ജിങ് അവിടെ അത് റെഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് പ്രത്യേകം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് ഒരു പ്രൊഫൈലിലേക്ക് ബമ്പേഴ്സിലേക്ക് വന്നാലും ഫുൾ ബ്ലാക്ക് വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ആ ഒരു എസ്തെറ്റിക്കലി വന്നിരിക്കുന്ന ഈ ചേഞ്ചസ് ശരിക്കും വാഹനത്തിൻ്റെ ഭംഗി അത്രതേലും കൂട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് വരാം. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് ഡോർ പാനലിനെ കുറിച്ചൊന്നും പറയാനൊന്നുമില്ല. നമുക്ക് ഇവിടെ സാധാരണ ഉള്ള എല്ലാ സ്വിച്ചസും ഉണ്ട്. സ്പീക്കേഴ്സ് കാണാം. ഇതിനകത്ത് 6 സ്പീക്കറും ആംബ് പ്ലസ് സബ് വൂഫറും ഉണ്ട് കൊടുത്തിട്ടുള്ളത്. അതായത് വോക്സ് വാഗൻ്റെ തന്നെ ഈ പറയുന്ന പോലെ മ്യൂസിക് സിസ്റ്റമാണ്, പക്ഷേ ഭയങ്കര ക്വാളിറ്റി ആയിരിക്കും. സബ് വൂഫറും ഉണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ഈ പറയുന്ന പോലെ ആംപ്ലിഫയറും ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ സീറ്റ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ സീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർഫറേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. റെഡ് കളറുള്ള സ്റ്റിച്ചിങ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പം അത് സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് റെഡ് കളറുള്ള സ്റ്റിച്ചിങ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ഈ സ്പോർട്സ് വാഹനങ്ങൾക്ക് ഒരു ഫീൽ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ പെർഫോമൻസ് വാഹനങ്ങൾക്ക് ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ് റെഡ് കളർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റും. 2 വശത്തെ സീറ്റുകൾ ലെഫ്റ്റും റൈറ്റും, അതായത് കോ പാസഞ്ചറിൻ്റെ സീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്.
അതുപോലെ ഈ സ്റ്റിയറിങ്ങിനെ കുറിച്ചൊക്കെ പറയാൻ ടെലസ്കോപ്പിക്കും ടിൽറ്റും ഒക്കെ ആയിട്ടാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി അകത്ത് കയറിയിട്ട് ഇതിൻ്റെ ക്ലസ്റ്ററിലേക്ക് നമുക്ക് നോക്കാം എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തുന്നത് നോക്കാം. ഒരുപാട് മാറ്റങ്ങളില്ല, ലൈക്ക് ചെറിയ ചെറിയ കോസ്മെറ്റിക്കലായിട്ടുള്ള ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്, എന്നാലും അത് വാഹനത്തിന് ഭംഗിയെ കൂട്ടുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് സ്റ്റിയറിങ്ങിനൊക്കെ പറയുന്നത് ടെലസ്കോപ്പിക്കും ടിൽറ്റബിളും ഒക്കെയാണ്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വലിച്ചു നീട്ടിയൊക്കെ വെക്കാനായിട്ട് പറ്റും. അതുപോലെ സീറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു, ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം, ലൈക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ക്ലസ്റ്റർ, അതൊരു 10 ഇഞ്ചിൻ്റെ ക്ലസ്റ്ററാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കിപ്പം അറിയാം, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോക്സ് വാഗൻ്റെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓൾറെഡി ഇതിനകത്തുണ്ട്, ഇതൊന്നും കൂടുതൽ പറയാനില്ല, നിങ്ങൾ ഓൾറെഡി കണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു വലിയൊരു സ്ക്രീൻ നമുക്കിവിടെ കാണാൻ നമുക്ക് സാധിക്കും. ഓക്കെ, മറ്റേതിനകത്ത് മാനുവലായിരുന്നു, അനലോഗ് ആയിരുന്നു വന്നെങ്കിൽ ഇതിനകത്ത് ഫുള്ളി ഡിജിറ്റലായിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ക്ലസ്റ്റർ ഒരുക്കി വെച്ചിരിക്കുന്നത്. തീംസൊക്കെ വളരെ നല്ലതാണ്. കണ്ട് ഇവിടെ എല്ലാ ഒരു ബ്ലാക്ക് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വയർലെസ് ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ട് വരുന്ന AC വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എയർ പ്യൂരിഫയറിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്തുണ്ട്. അതുപോലെ ഈ സീറ്റ്സ്, ഈ രണ്ട് വാഹനത്തിൻ്റെയും ഈ രണ്ട് സീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് വെന്റിലേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ് കേട്ടോ. അതിൻ്റെ അതുകൊണ്ടാണ് ഈ പെർഫറേറ്റഡ് സീറ്റുകളായിട്ട് വരുന്നത്. ഈ വാഹനത്തിനകത്ത് 6 എയർ ബാഗുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വയർലെസ് ചാർജറുണ്ട്. വാഹനത്തിൻ്റെ ഇഗ്നിഷൻ ബട്ടൺ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. 12 വോൾട്ടിൻ്റെ ഒരു ചാർജർ ഇവിടെയുണ്ട്. ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ ഒരു 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ്. അതുകൂടാതെ 6 സ്പീഡ് മാനുവലും വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് ഫോൺ വയ്ക്കാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഹനത്തിൻ്റെ താക്കോലാണ്. മറ്റേ വാഹനത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ കീലെസ് എൻട്രി അല്ല, ശരിക്കും നമ്മൾ താക്കോലിട്ട് തിരിക്കണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഈ പറയുന്ന കീലെസ് എൻട്രി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹാൻഡ് ബ്രേക്കുകൾ കാണാം. അതുപോലെ ഇവിടെ നമുക്ക് ഒരു ആംബ്രസ്റ്റ് ഉണ്ട്, അതിനകത്തൊക്കെ റെഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അവിടെ ഒരു ഡീപ്പറായിട്ടുള്ള ഒരു സ്പേസും നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. വാഹനത്തിൻ്റെ ഗ്ലൗ ബോക്സ് എവിടെയാണ് വരുന്നത്, ഡീപ്പറായിട്ടുള്ളൊരു ഗ്ലൗ ബോക്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡേലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോ അഡ്ജസ്റ്റ് ആണ് കേട്ടോ ഇതിനകത്ത് വരും. നമ്മളൊന്നും ചെയ്യേണ്ട, തന്നെ ഇത് അഡ്ജസ്റ്റ് ആയിക്കോളും. ഓക്കെ, അതിനുള്ള സംവിധാനങ്ങളൊക്കെ അതിനകത്ത് ഓൾറെഡി ഉണ്ട്. പിന്നെ ഈ വശത്തേക്ക് വരുവാണെങ്കിൽ സൺവൈസേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ ആൻറ്റി മിറേഴ്സ് ഉണ്ട്. അതുപോലെ ഇവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സൺറൂഫ് ഉണ്ട്. ആ സൺറൂഫ് നമുക്ക് ഇവിടെ സ്വിച്ച് കൊണ്ട് പ്രവർത്തിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ സൺറൂഫ് നമുക്കൊരു ചെറിയ സൺറൂഫാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് സൺറൂഫ് ഇല്ലെന്നുണ്ടെങ്കിൽ വാഹനം ആൾക്കാർ മേടിക്കാത്ത അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ സൺറൂഫ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ സീറ്റ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും ഈ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് വാഹനം നമ്മുടെ കംഫോർട്ടിനനുസരിച്ച് നമുക്ക് വാഹനം ഒരു ഡ്രൈവബിലിറ്റിയിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടി സാധിക്കും. ഇനി അടുത്ത റോയിലേക്ക് പോകാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ സീറ്റ്സ് കംപ്ലീറ്റ്ലി ലെതറിഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കൊരു വളരെ ഫ്ലാറ്റർ ആയിട്ടുള്ള ബെഞ്ച് സീറ്റ്സ് പോലെയാണ് വരുന്നത്. ഇഷ്ടം പോലെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്തുണ്ട്. ബ്ലാക്ക് തീംസാണ് വരുന്നത്. കൂടുതലായിട്ട് എടുത്ത് പറയാനൊന്നുമില്ല. മറ്റേ വണ്ടിക്കകത്ത് കണ്ടപോലെ സീറ്റ്സിനകത്തുള്ള മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു ലെതറഡ് പ്ലസ് ഫാബ്രിക് ആണെങ്കിൽ ഇത് ഫുൾ ലെതറായിട്ട് വരുന്നത്, ഏറ്റവും ടോപ്പ് ട്രിം ആയിട്ട് വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. റൂഫൊക്കെ നമുക്ക് ഈ ബോട്ടമൊക്കെ നമുക്ക് അത്യാവശ്യം ഫ്ലാറ്റായിട്ട് വരുന്ന ഒരു പോർഷനാണ് കാണുന്നത്. അപ്പം മൊത്തത്തിൽ കംഫർട്ടബിളാണ്. ഇനി വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയാം. 1.5 ലിറ്ററിൻ്റെ എഞ്ചിനാന്ന് പറഞ്ഞ് നമുക്ക് ആ ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതൊരു പെർഫോമൻസ് എഡിഷൻ ആയതുകൊണ്ട് ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു 1.5 ലിറ്ററിൻ്റെ TSI പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല പെർഫോമൻസ് ഉള്ളൊരു എഞ്ചിനാണ്. 150 PS പവർ നമുക്ക് 5000 തൊട്ട് 6000 RPM കിട്ടുമെന്നുള്ളതാണ്. 150 PS ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 250 Nm ടോർക്ക് ഈ പെട്രോൾ വണ്ടി ഡെലിവറി ചെയ്യുന്നുണ്ട്. അതും 1750 RPM നമുക്കത് കിട്ടുമെന്നുള്ളതാണ്. അതായത് ലോ RPM ഫിഗേഴ്സിലും ഹൈ എൻഡ് ടോർക്കാണ്. അപ്പോൾ വണ്ടി നമുക്ക് കുതിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളും നമുക്ക് നോക്കാം. മാനുവലി ഓട്ടോമാറ്റിക്കലി എന്ത് വിലയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ മാനുവലിലേക്ക് വരുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 18,53,000 രൂപയാണ്. അതുപോലെ ഓട്ടോമാറ്റിക്കലി വരുമ്പോൾ 19,73,900 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ രണ്ട് വേരിയൻസിൻ്റെ അകത്തും ഉള്ള പ്രത്യേകതകളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് വാഹനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ വരാം. ഫോക്സ് വാഗൺ ട്രിവാൻഡ്രം EVM ആണ് ഡീലർഷിപ്പ് എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ഒക്കെ ഉണ്ട്. ഞാൻ അവരുടെ നമ്പേഴ്സ് ഞാൻ കൊടുത്തേക്കാം. നേരിട്ട് വന്ന് കണ്ടാൽ മതി. അപ്പം നമുക്ക് ടെസ്റ്റ് ഡ്രൈവ്സിനും കാര്യങ്ങളൊക്കെ നമുക്ക് വാഹനം അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ ഒന്ന് എഴുതുക. അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാൽ. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.